എന്താ ശ്രദ്ധ എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ എത്ര ശതമാനം കേൾക്കുന്നുണ്ട്? എത്ര ശതമാനം കേൾക്കുന്നുണ്ട്? 100% കേൾക്കില്ല. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ചിന്തകൾ അറിയാതെ പല മേഖലകളിലേക്ക് കടന്നു പോകും. ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു മനുഷ്യൻ സംസാരിക്കുന്ന സമയത്ത് കേൾക്കുന്നത്, കാതുകൊണ്ട് ശ്രദ്ധിക്കുന്നത് 7% മാത്രമാണ്. ഓക്കെ, 38% ശ്രദ്ധിക്കുന്നത് ഇമോഷൻസ് ആണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചില്ലേ, 38% ഇങ്ങനെ ആക്ഷൻ കാണിച്ചുകൊണ്ടാണ് സംസാരിച്ചല്ലേ. ഇതെന്താണ്? ഇതെന്റെ ഇമോഷനാണ്. അതാണ് രാഷ്ട്രീയ നേതാക്കളൊക്കെ സംസാരിക്കുന്ന കണ്ടിട്ടില്ല, നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ സംസാരിക്കുമ്പോൾ കൈയൊക്കെ വിരിച്ച് സംസാരിക്കുന്ന എന്താ കാരണം? നമ്മുടെ അങ്ങോട്ട് എത്തിക്കുകയാണ് വാക്കുകൾ. അപ്പൊ 38% എന്ന് പറയുന്നത് ഇമോഷൻസ് ആണ്. 55% എന്ന് പറയുന്ന ബോഡി ലാംഗ്വേജ് ആണ്. ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പോഴാണ് 100% പൂർത്തിയാവുന്നത്. ക്ലിയർ ആണോ? ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കട്ടെ. എല്ലാവരും കൈ ഇങ്ങനെ നീട്ടിയേ. എല്ലാവരും പ്ലീസ്. വെരി ഗുഡ്. ഇനി ജസ്റ്റ് ഷേക്ക് യുവർ ഹാൻഡ് ലൈക്ക് ദിസ്. ഷേക്ക് യുവർ ഹാൻഡ് ലൈക്ക് ദിസ്. വണ്ടർഫുൾ. ആൻഡ് ക്ലോസ് all your fingers. Extend your index finger and touch your cheek. ഇത് ചിഹ്നാണ്. ചീക്ക് ഇവിടെ. എന്താ സംഭവിച്ചേ? 55% വർക്ക് ചെയ്തു അല്ലേ എന്റെ ബോഡി ലാംഗ്വേജ്. ഞാൻ എന്താണോ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചത് അത് നിങ്ങൾ ചെയ്തു, നിങ്ങൾ കേട്ടില്ല. അതാണ് പറഞ്ഞത് 7% എന്ന് പറയുന്നത് ശ്രദ്ധാ വാക്കുകളാണ്. അപ്പോ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് മുമ്പിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. എങ്ങനെ ഉണ്ടായിരിക്കണം? ശരീരം കൊണ്ടല്ല. എന്തുകൊണ്ടുണ്ടായിരിക്കണം? മനസ്സുകൊണ്ടുണ്ടായിരിക്കണം. പറയുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങളുടെ മനസ്സിൽ ചിന്തകൾ, ആ ചിന്തകളിൽ നിങ്ങൾ ചിത്രം വരയ്ക്കാൻ വേണ്ടി ശീലിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആൽബർട്ട് ഐൻസ്റ്റീന്റെ മനോഹരമായ ഒരു വചനമുണ്ട്, ഇമാജിനേഷൻ ഈസ് ഇമ്പോർട്ടന്റ് ദാൻ നോളജ്. നോളജ് ഈസ് ലിമിറ്റഡ്, ഇമാജിനേഷൻ എൻസർക്കിൾസ് ദി വേൾഡ് എന്നാണ് പറയുന്നത്. ഭാവനയാണ് വിജ്ഞാനത്തെക്കാൾ പ്രധാനം. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഭാവനകൾ ഉണ്ടാവുകയാണ് വേണ്ടത്. ഒരു കാര്യം നിങ്ങളോട് പറയുമ്പോൾ, ഒരു പാഠം നിങ്ങളോട് പഠിപ്പിക്കുമ്പോൾ, ആ പാഠത്തിനകത്തുള്ള വിഷ്വൽസിനെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ സാധിക്കണം. ഈ അവസ്ഥയെ നമ്മൾ പറയുന്ന ധ്യാനം എന്നാണ്. ഇപ്പൊ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ സിനിമ കാണുന്ന സമയത്ത് നിങ്ങളിങ്ങനെ തോണ്ടി വിളിച്ചു കഴിഞ്ഞാൽ കൈ തട്ടും അല്ലേ? ഞാൻ തോന്നുന്നു കണ്ടുകൊണ്ടിരിക്കട്ടെ എന്ന് പറയും അല്ലേ? നമുക്കത് കണ്ണെടുക്കാൻ നമുക്ക് കഴിയില്ല. എന്താ കാരണം? നിങ്ങൾ ആ സിനിമയുടെ സ്ക്രീനകത്തേക്ക് കയറി അതിൽ അഭിനയത്തിന്റെ ആ നടന്മാരുടെയും നടിമാരുടെയും കൂട്ടത്തിൽ നിങ്ങളുടെ അങ്ങോട്ട് സന്നിവേശിപ്പിക്കുക ചെയ്യുന്നത്. ഇതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. ക്ലാസ് എടുക്കുന്ന സമയത്തോ, ടീച്ചർമാര് ക്ലാസ് എടുക്കും, നിങ്ങളുടെ ചിന്തകൾ ജനലഴികൾക്കിടയിലൂടെ പറന്നുപോയി വീടിനകത്തും തലേ ദിവസം കഴിച്ച ഭക്ഷണവും അമ്മയായിട്ട് വഴക്ക് കൂടിയതും അല്ലേ, അത്തരം കാര്യങ്ങൾ, ഡ്രസ്സിന്റെ കളറ്, മറ്റേ ടെക്സ്റ്റൈലിലെ കണ്ട ഡ്രസ്സിന്റെ കളർ, ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യണം. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ ചിന്തകൾ അവിടെ ഇല്ലാതെയായി പോകും. അപ്പോൾ വാക്കുകളായിട്ടോ വാചകങ്ങളായിട്ടോ നിങ്ങൾ പാഠങ്ങൾ പഠിക്കുന്നതിന് പകരം നിങ്ങളുടെ ചിന്തകളിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. വില്യം ഷേക്സ്പിയറിന്റെ പുസ്തകങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ നാടകമൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഷേക്സ്പിയറിന്റെ നാടകമൊക്കെ പഠിച്ചിട്ടുണ്ടോ? ദ ടംബസ്റ്റ് എന്ന് പറയുന്ന നാടകം അറിയാമോ? ദ ടംബസ്റ്റ് അറിയാമോ? ഇല്ല. അപ്പൊ അതിനെ പറ്റി പറയണ്ട അല്ലേ? കേട്ടോ, അത് വിട്ടുകളയാം. ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ് ശ്രദ്ധ എന്ന് പറയുന്നത് ആ ബാഹ്യമാണ്. ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മുടെ കാതുകൊണ്ട് കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമാണ് ശ്രദ്ധ. ധ്യാനം എന്ന് പറയുന്നത് ഗഹനമാണ്. അപ്പൊ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ആശയങ്ങളെ പതിച്ചു വെക്കാൻ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയണം. അതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. ഞാൻ ഒരു പുസ്തകമുണ്ട്, ആ പുസ്തകത്തിന്റെ പേര് ആൻ ഓട്ടോബയോഗ്രഫി ഓഫ് എ റിട്ടയർഡ് പ്രൊഫസർ എന്നാണ് പുസ്തകത്തിന്റെ പേര്. കേൾക്കുന്നുണ്ടോ? ഞാൻ അങ്ങോട്ട് വരണോ? നിങ്ങളോട് സംസാരിക്കാൻ വരണോ? അവിടെ വന്ന് സംസാരിക്കണോ? നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാമോ ഞാൻ പറയുന്നത്? ഓക്കെ. എന്താ പുസ്തകത്തിന്റെ പേര് പറഞ്ഞത്? കേട്ടില്ല? ഓക്കെ, അപ്പോൾ സന്തോഷം, നമ്മൾ കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട്. ആ പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയുന്ന കാര്യം, ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും കുട്ടികളുടെ ശ്രദ്ധ മാറുകയില്ലായിരുന്നു. കാരണം അത്രമാത്രം വ്യക്തമായും ശക്തമായും ക്ലാസ് എടുക്കുവാൻ എനിക്ക് കഴിയുമായിരുന്നു.
ഒരു പ്രൊഫസറുടെ റൈറ്റിംഗ് ആണിത്. ആ കുട്ടികളുടെ ശ്രദ്ധ മാറാത്ത രീതിയിൽ, മറുത്തൊരു ചോദ്യം ഒരു കുട്ടി ചോദിക്കേണ്ട അവസരം കൊടുക്കാത്ത രീതിയിൽ ആ കുട്ടികളെ പാഠം പഠിപ്പിക്കുവാനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് കടന്നു ചെന്നു. ആ പുസ്തകത്തിന്റെ താളുകളിലെ ഏതാനും പേജുകൾ പഠിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മൂന്നാമത്തെ ബെഞ്ചിലിരിക്കുന്ന ഒരു ആൺകുട്ടി പെട്ടെന്ന് ചാടി എണീറ്റ് എന്നോട് പറഞ്ഞു, സർ സ്റ്റോപ്പ്. ഞാൻ ഞെട്ടിപ്പോയി. ഒരു കുട്ടി എന്നോട് പറയുന്നു സ്റ്റോപ്പ് എന്ന്. ഞാൻ നിർത്തി. ഞാൻ അവന്റെ അടുത്തേക്ക് നടന്നു ചെന്നതിന് ശേഷം അവനോട് ചോദിച്ചു, വാട്ട് യു വാണ്ട്, നിനക്ക് എന്താണ് വേണ്ടത് ചോദിച്ചു. അവൻ പറഞ്ഞു, സർ ഐ എം സോറി, എന്റെ ശ്രദ്ധ ഒന്ന് മാറിപ്പോയി. നൗ ഐ എം ഓക്കെ, യു ക്യാൻ കണ്ടിന്യൂ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് തുടരാൻ സാധിച്ചില്ല. കാരണം ഞാൻ എപ്പോൾ നിർത്തണമെന്നും എപ്പോൾ തുടരണമെന്നും തീരുമാനിക്കുന്ന ഒരു കുട്ടിയാണോ. അതുകൊണ്ട് തന്നെ അന്ന് ആ പുസ്തകത്തിന്റെ താളുകൾ മറിച്ച് അവർ ഞാൻ പൂർത്തിയാക്കി ക്ലാസ്സിൽ നിന്ന് പുറത്തുപോയി. എത്രയോ ദിവസം ആ കുട്ടിയുടെ ചോദ്യം എന്നെ അലോസരപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. പിന്നെ ഞാനത് മറന്നു. അധ്യാപക ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഒരു ഓട്ടോബയോഗ്രഫി എഴുതാൻ വേണ്ടി പേനയും കടലാസും എന്റെ കയ്യിലെടുത്തപ്പോൾ എന്തുകൊണ്ടോ ആ കുട്ടിയുടെ മുഖം എന്റെ ഓർമ്മയിലേക്ക് വന്നു. അവൻ ആരാണെന്നോ അവൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ നാച്ചുറൽ സയൻസിലുള്ള ഡിപ്പാർട്ട്മെന്റിൽ പോയി രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവന്റെ പേര് ജവഹർ എന്നാണെന്നും ആ കാലത്ത് ഇന്ത്യ മഹാരാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായി അവൻ മാറിയിരിക്കുന്നു എന്നുള്ള കാര്യവും ഞാൻ അറിയുന്നു. ഇതാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. നിങ്ങളുടെ അധ്യാപകർ ക്ലാസ്സിലെടുക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും അവിടെ ഉണ്ടായിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് പാഠങ്ങൾ പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ ഇമ്പോസിഷൻ എഴുതി പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ഇമാജായിട്ട് നിങ്ങളുടെ മനസ്സിൽ പതിച്ചു വെക്കാൻ സാധിക്കും. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ മാർക്കിംഗ് പെന്നില്ലല്ലോ, മാർക്കർ പെന്നില്ലല്ലോ, എൻ്റെ കയ്യിലും ഇല്ല. ഓക്കെ, അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. മാർക്കർ പെൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? അയ്യോ, എന്നാ പിന്നെ വരാം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ ഈ A+B² എന്താ സാധനം? മതി. ഒന്നുകൂടി പറഞ്ഞേ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഈ ഇതിൽ എ എന്താണ്? എ എന്താണ് സാധനം? പറ. അപ്പൊ അത് തന്നെ അറിയില്ലേ? കേൾക്കുന്നില്ല എനിക്ക്. വേരിയബിൾ ആണ്. ഓക്കെ, ബി എന്താണ്? ഇനി അടുത്ത ചോദ്യം, ഇതെന്തിനാ പഠിക്കുന്നത്? ഇതെന്തിനാണ് ഈ പഠിക്കുന്ന സാധനം? A+B² = A² + 2AB + B² എന്ന് പറയുന്ന സാധനം എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. കറക്റ്റ് ആൻസർ ആണ്. നല്ലൊരു കയ്യടി കൊടുക്കാൻ. റൈറ്റ് ആൻസർ. അപ്പൊ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അതിന് ആവശ്യം തീർന്നു അല്ലേ? നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതെന്തിനാണ് പഠിക്കുന്നത് എന്ന് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ ഇത് പഠിക്കുമ്പോഴേ നിങ്ങൾ ഈ ഇക്വേഷൻ എന്താ ചെയ്യുന്നത്? സാധാരണ A+B² = A² + 2AB + B² ഇങ്ങനെ 100 തവണ പറഞ്ഞ് മനസ്സിലേക്ക് വെച്ച് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ? മാത്തമാറ്റിക്സിൽ ഓരോ ഇക്വേഷനും പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ തന്ത്രങ്ങളുണ്ട്, ഒരു മാജിക് ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് മനസ്സിൽ നിന്ന് പോകില്ല. അതാണ് ഞാൻ പറഞ്ഞത് ഇമാജിനേഷൻ എന്ന് പറയുന്നത്. മക്കളെ ഇത് നോക്കുക, നമുക്കിതിലേക്ക് കിടക്കാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് A+B² എന്ന് പറയുന്നത് എയും ബിയും എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിസ്റ്റൻസ്, ഒരു ദൂരത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ നമുക്കൊരു സ്ക്വയർ, ആ സ്ക്വയറിന്റെ വിസ്തീർണം കാണാൻ വേണ്ടിയിട്ടുള്ള ഈസി ആയിട്ടുള്ള ടെക്നിക്കാണ്. മക്കളെ ഇത് നോക്ക്, ഈ ഒരു പെന്ന് അല്ലേ? ഈ ഒരു പെന്നിന്റെ ഈ ഒരു പോർഷനെ നിങ്ങൾ എ ആയിട്ട് കണക്കാക്കുക, ഈ ബ്ലാക്ക് പോർഷനെ ബി ആയിട്ട് കണക്കാക്കുക. അപ്പൊ നമുക്ക് ഇത് എന്താണ്? ഇത് എ ബി. ഇതുപോലൊരു പെന്ന് ഞാൻ ഇങ്ങനെ വെക്കുന്നു, ഇങ്ങനെ വെക്കുന്നു. അപ്പൊ ഇതെന്താണ്? ഇറ്റ്സ് എ സ്ക്വയർ അല്ലേ? ഒന്നിങ്ങനെ വെക്കുന്ന സ്ക്വയർ ആണ്. ഞാനിതൊന്ന് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. കാണാമല്ലോ അല്ലേ? ഓക്കെ, ഒരു പേനയാണ്, രണ്ടാമത്തെ പെന്ന്, മൂന്നാമത്തെ പെന്ന്, നാലാമത്തെ പെന്ന്. അപ്പൊ ഇതൊരു സ്ക്വയർ ആണ് അല്ലേ? ഇതിനകത്ത് ഈ ബ്ലാക്ക് പോർഷൻ എന്ന് പറയുന്നത് ഇവിടെ ബ്ലാക്ക്, ഇത് യെല്ലോ, ലൈക്ക് ദിസ്. ഓക്കെ, ഇവിടെ ബ്ലാക്ക്,
ഇവിടെ ബ്ലാക്ക്, ഇവിടെ ബ്ലാക്ക്. ഓക്കെ, ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് എ ആണ്, ഇത് ബി ആണ്, ഇത് എ ആണ്, ഇത് ബി ആണ്, എ ആണ്, ബി ആണ്, എ ആണ്, ബി ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോ ഈ മൊത്തം സാധനം എന്ന് പറയുന്നത് എന്താണ്? എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ ആണ് അല്ലേ? ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഒരു വര വരച്ചു, ഇവിടെ ഒരു വര വരച്ചു. യെസ്, ഇപ്പൊ ഇതെന്താ സാധനം? ഇത് എ ഇൻറ്റു എ ആണ്, ആണല്ലോ. എ സ്ക്വയർ എന്ന് പറയുന്നത് എ ഇൻറ്റു എ അല്ലേ? അപ്പൊ ഇതെന്താണ്? എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ. ഇതെന്താണ്? ബി ഇൻറ്റു ബി ആണ്. അപ്പൊ ഇതെന്താണ്? ബി സ്ക്വയർ. ഇത് എ ഇൻറ്റു ബി ആണ്, അപ്പൊ ഇതെന്താണ്? എ ബി. ഓക്കെ, ഇത് എ ഇൻറ്റു ബി ആണ്, അപ്പൊ ഇതെന്താണ്? എ ബി. ഓക്കെ, അപ്പോൾ എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എ ബി ആണ്, ആണല്ലോ. അതായത് എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എ ബി എന്താണ്? 2ab പ്ലസ് ബി സ്ക്വയർ. അങ്ങനെയാണ് എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആവുന്നത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഇപ്പം എന്തായി? പതിഞ്ഞു. അപ്പോൾ വാക്കുകളോ വാചകങ്ങളോ ആയിട്ടല്ല നിങ്ങൾ പഠിക്കേണ്ടത്. പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകളിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടി ശീലിക്കുക. ഇന്ന് മുതൽ നിങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകർ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം ഇമേജസ് ആയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോവില്ല. കാരണം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ സ്റ്റോക്ക് ചെയ്യാനുള്ള സ്പേസ് നിങ്ങളുടെ ബ്രെയിൻ തന്നിട്ടുണ്ട്. ആ ബ്രെയിനിൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് സ്റ്റോക്ക് ചെയ്യാം. പക്ഷേ വാക്കുകളോ വാചകങ്ങളോ ആയിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറന്നുപോകും. ക്ലിയർ ആണോ? സോ എ ഫോർ അറ്റൻഷൻ, W ഫോർ വേർഡ്സ്. അടുത്തത് എന്താണ്? ടി എന്ന് പറയുന്നത് തോട്ട്സ് ആണ് അല്ലേ? നമ്മുടെ ചിന്തകൾ. ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ ചിന്തകളെ സൂക്ഷിക്കുക, ചിന്തകളാണ് വാക്കുകളായിട്ട് മാറുന്നത്. നിങ്ങളുടെ വാക്കുകളെ സൂക്ഷിക്കുക, വാക്കുകളാണ് നിങ്ങളുടെ പ്രവൃത്തികളായിട്ട് മാറുന്നത്. നിങ്ങളുടെ പ്രവൃത്തികളെ സൂക്ഷിക്കുക, പ്രവൃത്തികളാണ് ശീലങ്ങളായിട്ട് മാറുന്നത്. നിങ്ങളുടെ ശീലങ്ങളെ സൂക്ഷിക്കുക, ശീലങ്ങളാണ് നിങ്ങളുടെ സ്വഭാവമായി മാറുന്നത്. നിങ്ങളുടെ സ്വഭാവത്തെ സൂക്ഷിക്കുക, ആ സ്വഭാവമാണ് നിങ്ങളുടെ ഭാവിയുടെ ഭാഗധേയം നിർണ്ണയിക്കുന്നത്. അപ്പൊ എവിടെ തുടക്കം? നിങ്ങളുടെ ചിന്തകളെ സൂക്ഷിക്കുക. തോട്ട്സ് ആണ് പ്രധാനം. എന്ത് ചിന്തിക്കുന്നു അതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ നല്ല പേഴ്സണാലിറ്റി ആയി മാറണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകളെയാണ് ആദ്യം ക്ലിയർ ചെയ്യേണ്ടത്. ഇപ്പൊ ഈ ഒരു പ്രായത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മോശമായിട്ടുള്ള ചിന്തകളൊക്കെ കടന്നു വരുന്ന ഒരു കാലമാണ് അല്ലേ? അത് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ കൗമാരപ്രായം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മോശം ചിന്തകൾ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവിടെ ഇപ്പൊ നിങ്ങളൊരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ ഒക്കെ നിങ്ങൾ നോക്കുന്നുണ്ടാവും അല്ലെ? കമ്പ്യൂട്ടറിൽ നോക്കുന്നുണ്ടാവും, മൊബൈൽ ഫോണിൽ നോക്കുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഉണ്ടാവും. ഇതൊന്നും വേണ്ട എന്ന് നിങ്ങളോട് പറയുന്നില്ല. കാരണം ആധുനിക സാങ്കേതിക വിദ്യയുടെ കൂടെയല്ലാതെ നിങ്ങൾക്ക് ഇനി ഒരിക്കലും വളരാൻ പറ്റില്ല, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ എന്ത് വേണം എന്ത് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ ബോധ്യപ്പെടുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കടന്നു വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ അതിലേക്ക് പ്രേരിപ്പിക്കപ്പെടുന്ന സമയത്ത് അവിടെ നോ എന്ന് പറയാനുള്ള ചങ്കൂറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾ യെസ് പറയുന്നതോടൊപ്പം തന്നെ നോ പറയാനും പഠിക്കണം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ക്ലിയർ ആണോ? ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമേ, ഇന്ന് ബോറടിക്കുന്നുണ്ടോ? എൻ്റെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം LLBക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് എന്നെ അച്ഛൻ പിടിച്ചുകൊണ്ടുപോയിട്ട് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ചേർത്തു. എന്തിനാണെന്നറിയോ? മാജിക്കിൻ്റെ രംഗത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി, മാജിക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ മാജിക്കിനോട് പ്രണയം മൂത്ത് നടക്കുന്ന കാലം. അപ്പോൾ മാജിക്ക് വേണ്ട, ഇവൻ മാജിക് കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച അച്ഛൻ എന്നെ പിടിച്ചുകൊണ്ട് ബാംഗ്ലൂരിൽ കൊണ്ടുപോയിട്ട് വിശ്വേശ്വരയ്യ കോളേജിൽ വക്കീൽ ഭാഗം പഠിക്കാൻ വേണ്ടി ചേർത്തു. ഞാൻ കഷ്ടപ്പെട്ട് 1 വർഷം അവിടെ നിന്നു. ആ സമയത്ത് താമസിച്ചിരുന്നത് കലാശിപ്പാളയം എന്ന് പറയുന്ന സ്ഥലത്തൊരു ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഈ ഹോട്ടലിൽ താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വിദ്യാർത്ഥികൾ മാത്രമാണുള്ളത്. ആ ഹോട്ടലിൽ മുഴുവൻ വിദ്യാർത്ഥികളാണ്. ഇപ്പം രാത്രി സമയങ്ങളിൽ തൊട്ടടുത്ത മുറിയിൽ ഇങ്ങനെ കുപ്പികൾ കൂട്ടിമുട്ടുന്ന ശബ്ദം കേൾക്കാം. വരാന്തയിലൂടെ നടക്കുന്ന സമയത്ത് കഞ്ചാവിൻ്റെ പുകയുടെ മണം കേൾക്കാം. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ രാവിലെ നോക്കുന്ന സമയത്ത് ഏതൊക്കെ പയ്യന്മാർ, ഏതൊക്കെ പെൺകുട്ടികൾ ബൈക്കിൽ കയറ്റി കൊണ്ടുപോകുന്ന ദൃശ്യം കാണാം. പക്ഷേ എൻ്റെ മക്കളെ, ഞാൻ
മാജിക്കിനോടുള്ള പ്രണയമാവാം, അല്ലെങ്കിൽ ജീവിതത്തിൽ മാജിക്കിന്റെ രംഗത്ത് ഉയരണം എന്നുള്ള ലക്ഷ്യബോധം കൊണ്ടാവാം. ഞാൻ ഇത്തരം കാര്യങ്ങളോടെല്ലാം നോ പറഞ്ഞു. ഇപ്പൊ എനിക്ക് നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി പറയാൻ പറ്റും, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു തുള്ളി മദ്യം ഞാൻ തൊട്ടിട്ടില്ല, ഒരു സിഗരറ്റ് ഞാൻ വലിച്ചിട്ടില്ല, ഒരു ചീത്ത കാര്യങ്ങളിലും പോയിട്ടില്ല. അത് നമ്മൾ എടുക്കുന്ന ഡിസിഷനാണ്. നിങ്ങൾ ഈ പ്രായത്തിൽ വളർന്നു വരുന്ന സമയത്ത് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ സ്വാഭാവികമായിട്ട് നിങ്ങളെ പ്രലോഭിപ്പിക്കും, എടാ ഒരു തവണ, ഒറ്റ തവണ, പിന്നെ നമ്മളില്ല എന്ന് പറയും. പക്ഷേ അവിടെയാണ് നിങ്ങളുടെ തീരുമാനം ശക്തമാവേണ്ടത്. അവിടെ നിങ്ങൾ ഉറപ്പിക്കണം, ഒരു തവണ, ഇതെന്റെ ജീവിതമല്ല, ആ പോർഷൻ്റെതല്ല. മക്കളെ, ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ, എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ എത്രമാത്രം പുസ്തകം വായിക്കുന്നവരാണ്. പാഠപുസ്തകത്തിന്റെ അപ്പുറത്തുള്ള പുസ്തകം വായിക്കുന്ന, നന്നായിട്ട് വായിക്കുന്ന കുട്ടികളൊന്ന് കൈപൊക്കിയേ. സത്യം പറയണം കേട്ടോ, പാഠപുസ്തകത്തിന്റെ അപ്പുറത്ത് നന്നായിട്ട് പുസ്തകങ്ങൾ വായിക്കുന്ന കുട്ടികൾ ഒന്ന് കൈപൊക്കാമോ? ഞാൻ പോവാ, നമുക്കത് ശരിയാവില്ല. വായിക്കാറില്ല. കുഞ്ഞുങ്ങളെ വായിക്കണം കേട്ടോ. നിങ്ങൾ ഇന്ന് എനിക്കൊരു പ്രോമിസ് തരാമോ? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വന്നതല്ലേ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഈ എം എൽ എ വിളിച്ചതിന് എത്ര എം എൽ എമാർ വിളിച്ചെന്നറിയോ ജനകീയ സദസ്സിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്? ഞാൻ ഇദ്ദേഹമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ മാത്രം വന്നതാണ്, ഇങ്ങോട്ട് മാത്രം വന്നതാണ്. നിങ്ങൾ എനിക്കൊരു പ്രോമിസ് തരാമോ? ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കഷ്ടപ്പെട്ട് വന്നാൽ ഇന്ന് രാത്രി മുതൽ കിടക്കുന്നതിന് മുമ്പ് പാഠപുസ്തകമല്ലാത്ത ഏതെങ്കിലും ഒരു പുസ്തകം, അതിൻ്റെ ഒരു താളെങ്കിലും വായിച്ചിട്ട് ഉറങ്ങാൻ വേണ്ടി ശീലിക്കാമോ? മേക്ക് ഇറ്റ് എ ഹാബിറ്റ്. അതൊരു ശീലമാക്കുക. അതിൻ്റെ, ഞാൻ പറയുന്നത്, ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. രാത്രി കിടക്കുന്നതിന് മുമ്പ് മൊബൈൽ സ്ക്രീനിലേക്ക് നോക്കി കിടക്കുന്ന കുട്ടികൾ എത്ര പേരുണ്ട്? സത്യം പറഞ്ഞ കൈവക്കിയേ. സന്തോഷം കേട്ടോ, നിങ്ങൾ സത്യം പറയുന്ന കുട്ടികളായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ രാത്രി നമ്മുടെ ബ്രെയിനിന് ഒരു പ്രോസസ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഉറങ്ങുകയാണെന്നുള്ളത്. പക്ഷെ നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന സമയം അതാണ്. അന്ന് പകൽ കണ്ട മുഖങ്ങൾ, നമ്മൾ അനുഭവിച്ച ഗന്ധങ്ങൾ, നമ്മുടെ ഓർമ്മകൾ, ഇതെല്ലാം അടുക്കി 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 ബ്രെയിനിന്റെ ഓരോ പോർഷനിലാക്കിയിട്ട് വെക്കാനുള്ളൊരു കഷ്ടപ്പാട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവസാനം നമ്മൾ എന്താണോ ചെയ്യുന്നത്, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഉറങ്ങുന്ന സമയത്ത് നമ്പർ 1, പ്ലസന്റ് ആയിട്ട് ഉറങ്ങുക, ഹാപ്പി ആയിട്ട് ചിരിച്ചുറങ്ങാൻ പഠിക്കുക. നമ്പർ 2, ഒരു കാരണവശാലും മോശമായിട്ടുള്ള കാര്യങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ചിന്തിക്കരുത്. അടുത്തത്, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും പുസ്തകത്തിന്റെ താളുകൾ വായിച്ചുറങ്ങുക. എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു പുസ്തകമാണ് എം മുകുന്ദന്റെ ദൈവത്തിന്റെ വികൃതികൾ എന്ന് പറയുന്ന പുസ്തകം. വായിച്ചിട്ടുണ്ടോ? എല്ലാ രാജ്യങ്ങളിലും എന്ന പോലെ മയ്യഴി രാജ്യത്തും ഒരു ജാലവിദ്യക്കാരനുണ്ട്. മഗ്യമതാമയുടെ സായിപ്പും മൈക്കലിന്റെയും എൽസിയുടെയും പപ്പയുമായ അൽഫോൺസ് സച്ചൻ എന്ന് പറഞ്ഞിട്ടാണ് പുസ്തകം തുടങ്ങുന്നത്. ഈ അൽഫോൺസ് സച്ചൻ എന്ന് പറയുന്ന ഒരു മാജിക്കുകാരനായിരുന്നു. മയ്യഴി എന്ന് പറയുന്നത് മാഹിയാണ്. മാഹിയുടെ തീരങ്ങളിലൂടെ ഇന്ദ്രജാലങ്ങൾ കാണിച്ച് ചില്ലുപാളികളുള്ള ഒരു കൊട്ടാരം പണിത മാന്ത്രികനാണ് അൽഫോൺസ് സച്ചൻ. നല്ല മജീഷ്യനായിരുന്നു. പക്ഷെ എന്തു പറ്റി? കൂട്ടുകാരുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി കഞ്ചാവിനും കള്ളിനും അടിമയായി വീടെല്ലാം വിറ്റ്, മുകുന്ദന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലൂടെ കഞ്ചാവിന്റെ പുക പോലെ അലഞ്ഞു നടക്കുന്ന ഒരു മാന്ത്രികനായി മാറി ഈ അൽഫോൺസ് സച്ചൻ. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ വന്നപ്പോ ഒരു വണ്ണാൻ ഇന്ദ്രൻ വന്ന് ചോദിക്കുന്നുണ്ട്, നമ്മളെ സായിബ് മാധവേട്ടൻ ദുബൈയിൽ നിന്ന് വന്നിട്ടുണ്ട്, ഓരോ പേരേലും നിങ്ങൾക്ക് ഒരു മാജിക്ക് കാണിച്ചൂടെ സായിബേ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ പോയിട്ട് മാജിക്ക് കാണിക്കാൻ വേണ്ടി പെട്ടിയിൽ നിന്ന് പന്തും ചീട്ടുമൊക്കെ കയ്യിലെടുക്കുമ്പോൾ കൈ വിറച്ച് ഇതെല്ലാം താഴേക്ക് ഉതിർന്നു വീഴുന്ന സമയത്ത് ഈ മാധവൻ കുറച്ച് പൈസ എടുത്തതിന് ശേഷം ഈ അൽഫോൺസ് സച്ചന്റെ കയ്യിൽ വെച്ച് ചോദിക്കുന്നുണ്ട്, സായിബ് മാജിക്കൊക്കെ മറന്നുപോയോ? കണ്ണിൽ നിന്ന് ഇങ്ങനെ ചോര വാർത്തൊഴുകിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? കള്ളിനും കഞ്ചാവിനും അടിമയായ എൻ്റെ മാധവ, തോറ്റുപോയി ഞാൻ. എൻ്റെ മക്കളെ, ഞാൻ മാജിക്ക് പഠിച്ചു തുടങ്ങുന്ന കാലത്ത് ഞങ്ങളുടെ നാട്ടുമ്പുറത്തുള്ള വിശ്വപ്രഭ ലൈബ്രറിയിൽ നിന്ന് ഈ പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണുനീർത്തുള്ളി അതിനകത്ത് കടന്നു വീണു. അന്ന് ഞാൻ ഉറപ്പിച്ചു, മാജിക്കിന്റെ രംഗത്ത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അൽഫോൺസ് സച്ചനെ പോലെ ആവരുത്. ആരൊക്കെ പ്രലോഭിപ്പിച്ചു കഴിഞ്ഞാലും, ആരൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ ജീവിതത്തിൽ ഞാനൊരു തുള്ളി മദ്യം തൊട്ടില്ല എന്ന് ഞാൻ അന്ന് ഉറപ്പിച്ചു. ഞാൻ നിങ്ങളോട് അതാ പറയുന്നത്. നിങ്ങളുടെ നിശ്ചയദാർഢ്യം, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നിങ്ങളുടെ ജീവിതം ഉണ്ടാവുന്നത്. നിങ്ങൾ പൂക്കൾ മേലോട്ടെറിഞ്ഞാൽ പൂക്കൾ താഴേക്ക് വീഴും, കല്ലുകൾ മേലോട്ടെറിഞ്ഞാൽ കല്ലുകൾ താഴേക്ക് വീഴും. സോ യുവർ അറ്റൻഷൻ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ആൻഡ് യുവർ തോട്ട്സ്, നിങ്ങളുടെ ചിന്തകൾ,
ചിന്തയിൽ പോലും അത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോവാതിരിക്കുക. അതേസമയം പുതിയ പുതിയ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. എല്ലാവരും നടക്കുന്ന വഴികളിലൂടെ നടക്കുകയല്ല, സ്വന്തം വഴികൾ വെട്ടിത്തെളിച്ച് നിങ്ങൾ ഉണ്ടാക്കണം. അതാണ് ഏറ്റവും പ്രധാനം. ഈ ഖലീൽ ജിബ്രാന്റെ ഒരു പുസ്തകമുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിർബന്ധമായിട്ടും ആ പുസ്തകം വായിക്കണം. ആ പുസ്തകത്തിന്റെ പേര് പ്രവാചകൻ എന്നാണ്, ദ പ്രോഫറ്റ്. ഇറ്റ്സ് എ സ്മോൾ ബുക്ക്, ചെറിയ ബുക്കാണ്. ആ ബുക്കിനകത്തുള്ള പ്രധാനപ്പെട്ട കഥാപാത്രത്തിന്റെ പേര് അൽ മുസ്തഫ എന്നാണ്. അൽ മുസ്തഫ എന്ന് പറയുന്ന കഥാപാത്രം ഓർഫാലീസ് എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ 12 വർഷം താമസിച്ച സ്വന്തം ഗ്രാമത്തിൽ തിരിച്ചു പോകുമ്പോൾ അത്രമാത്രം നല്ലൊരു മനുഷ്യനായതുകൊണ്ട് ആ ഗ്രാമവാസികളെല്ലാം അദ്ദേഹത്തെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. ജിബ്രാന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലിന്റെ കൊടിക്കൂറ അങ്ങ് ദൂരെ കാണുമ്പോൾ അതിനടുത്തേക്ക് നടന്നെടുക്കുന്ന സമയത്ത് ആളുകൾ കൂട്ടം കൂടിക്കൊണ്ട് കരയാണ്. പോവരുതേ പോവരുതേ എന്ന് പറഞ്ഞ് കരയാണ്. ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അൽമിത്ര എന്ന് പറയുന്ന കഥാപാത്രം, വിദ്യാർത്ഥികളെ കുറിച്ച് താങ്കൾക്ക് എന്ത് പറയാനുണ്ട്? കേൾക്കണ്ടേ? നിങ്ങൾക്ക് കേൾക്കണ്ടേ? കുട്ടികളെ നോക്കിക്കൊണ്ടിരുന്ന അൽ മുസ്തഫ നേരെ തിരിഞ്ഞത് മാതാപിതാക്കൾക്കും അധ്യാപകർക്കും നേരെയാണ്. അധ്യാപകരോട് പറഞ്ഞു, മാതാപിതാക്കളോട് പറഞ്ഞു, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികളല്ല. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികളല്ല. അവർ ഈ സമൂഹത്തിന്റെ കൂടെ കുട്ടികളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കാം, പക്ഷേ ചിന്തകൾ നൽകരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകൾ ഉണ്ടാവണം. ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്ന അമ്പുകളാണ് നമ്മുടെ കുട്ടികൾ. ആ കുട്ടികളെ തൊടുത്തു വിടുന്ന വില്ലുകളാകാൻ മാത്രമേ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും യോഗ്യതയുള്ളൂ എന്നാണ് പറഞ്ഞു വെച്ചത്. സോ ദി തോട്ട്സ്, നിങ്ങളുടെ ചിന്തകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്നുണ്ടാവണം. ആദ്യം പറഞ്ഞ കാര്യം ഓർക്കുക, കാണേണ്ട കാര്യങ്ങൾ കാണുകയും കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കുകയും പറയേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്തു കഴിഞ്ഞാൽ, ധാരാളം പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ചിന്തകളിൽ പുതിയ ആശയങ്ങൾ ഉണ്ടാവണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായോ? ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഈ ബൈബിളില് ഒരു വചനമുണ്ട്, സ്വർഗരാജ്യം എന്ന് പറയുന്നത് കടലിലേക്ക് എറിയുന്ന വല പോലെയാണ്. അതിൽ വലിച്ചെടുക്കുന്ന മീനുകളിൽ നല്ല മീനുകളെ ശേഖരിക്കുകയും ചീത്ത മീനുകളെ വലിച്ചെറിയുകയും ചെയ്യും. എന്താ അറിയാ? അർത്ഥം സിമ്പിളാണ്. നല്ല കാര്യങ്ങൾ ചെയ്താൽ സ്വർഗത്തിലേക്ക് പോവാം, ചീത്ത കാര്യങ്ങൾ ചെയ്താൽ വലിച്ചെറിയപ്പെടും. എവിടത്തേക്ക്? അതാണ്, അത്രയേ ഉള്ളൂ കാര്യം. ഇതിനടിസ്ഥാനമാക്കിയിട്ട് ഇതേ ഖലീൽ ജിബ്രാൻ തന്നെ മനോഹരമായ ഒരു വചനം എഴുതിയിട്ടുണ്ട്. ആ അറ്റത്തിരിക്കുന്ന മോനെ ഒരു തട്ട് കൊടുത്തേ, ഉറങ്ങുന്നു. നല്ല സുഖം, തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരാളെ. അപ്പോ എന്റെ കോൺസെൻട്രേഷൻ പോയി. പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ജിബ്രാൻ എഴുതിയിരിക്കുന്നതാണ്. ജീസസ് മലയിറങ്ങി വരികയാണ്. സുന്ദരനായിരുന്നു ജീസസ്. അഴിച്ചിട്ട മുടിയായി നീല തടാകം പോലെ വിരിഞ്ഞ കണ്ണുകളുമായിട്ട് ജീസസ് നടന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ഒരു പുരുഷാരം മുഴുവൻ ഇങ്ങനെ കടലോരത്ത് കാത്തു നിൽക്കുകയാണ്. ജീസസിന്റെ ഭാഷ മുക്കുവരുടെ ഭാഷയായിരുന്നു. ആ മുക്കുവർക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ജീസസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വലയിൽ പുതുതായി പിടിച്ച മീനുകൾ വല്ലതുമുണ്ടോ? ചോദ്യം കേട്ടോ? എന്താ ചോദ്യം? നിങ്ങളുടെ വലയിൽ പുതുതായി പിടിച്ച മീനുകൾ വല്ലതുമുണ്ടോ? ആ ചോദ്യം കേട്ട് എല്ലാവരും കൂടയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല, പുതിയ മീനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ജീസസ് വിരിഞ്ഞ കണ്ണുകളുള്ള ഒരാൾക്ക് നേരെ നടന്നെടുത്തു. അയാളുടെ കണ്ണിലേക്കും ഹൃദയത്തിലേക്കും വിരൽ ചൂണ്ടിക്കൊണ്ട്, അയാളുടെ അസ്ഥിയിലേക്കും മജ്ജയിലേക്കും വിരൽ ചൂണ്ടിക്കൊണ്ട് ജീസസ് ചോദിച്ചു, എന്റെ ചോദ്യം കേട്ടോ, നിങ്ങളുടെ വലയിൽ പുതുതായി പിടിച്ച മീനുകൾ വല്ലതുമുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. അയാൾ ചാടി എണീറ്റിട്ട് പറഞ്ഞു, ഉണ്ട്, പുതിയ മീനുണ്ട്. വല്ല ഐഡിയയും കിട്ടിയോ? വല്ലതും മനസ്സിലായോ? ഉള്ളൂര് പറഞ്ഞ പോലെ ഈ കൊട്ടത്തേങ്ങ കടിച്ചുടയ്ക്കാൻ പറ്റുന്നില്ല സാർ, അല്ലേ? ഇതിന്റെ ആൻസർ എന്താണെന്നറിയാമോ? നമ്മുടെ തലച്ചോറിനകത്തുള്ള 100 ബില്യൺ ഡോളർ, എന്താ പറയാ, ന്യൂറോൺസ്. ആ ന്യൂറോൺസിനെ കോർത്ത് കെട്ടിയിരിക്കുന്ന നാഡീ ഞരമ്പുകൾ. ഈ നാഡീ ഞരമ്പുകളെയാണ് ഈ വല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചോദ്യം ഇതാണ്, ഈ വലയ്ക്കകത്ത് പുതിയ ആശയങ്ങൾ വല്ലതുമുണ്ടോ? എല്ലാവരും പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ, എല്ലാവരും നടന്ന വഴികളിലൂടെ നടന്ന് കാണിക്കാതെ പുതിയ വഴികൾ തേടാൻ നിങ്ങൾക്ക് പ്രാപ്തിയുണ്ടോ? ഞാൻ നിങ്ങളോടാ ചോദിക്കുന്നത്. പുതിയ വഴികൾ. നിങ്ങളുടെ മുമ്പിൽ ഇഷ്ടം പോലെ ലോകമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ട്സും ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. നിങ്ങൾക്ക് പുതിയ മേഖല കണ്ടെത്താൻ സാധിക്കണം. ഏത് മേഖലയോടാണ് നിങ്ങൾക്ക് പ്രണയമുള്ളത്? നിങ്ങൾ സ്വയം നിങ്ങളോട് ചോദിക്കണം, എൻ്റെ മേഖല ഏതാണ്? അത് മറ്റൊരാൾ പറയേണ്ടതല്ല.
അവിടെ നിങ്ങൾ സ്വയം തീരുമാനിച്ച് ആ മേഖലയിൽ മുഴുവൻ ശക്തിയോടുകൂടി മുന്നേറാനുള്ള ചങ്കൂറ്റം സ്വയം ഉണ്ടാക്കിയെടുക്കണം. സോ ദാറ്റ് ഈസ് എ തോട്ട്സ്. അങ്ങനെ മുന്നേറുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാവും. ഇതെന്നെ കൊണ്ട് പറ്റൂല എന്ന് തോന്നും. പിന്നിൽ നിന്ന് ആളുകൾ പിടിച്ചു വലിക്കും. നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആളുകൾ പറയും ഇന്ന് പറ്റുന്ന കാര്യങ്ങളല്ല എന്ന് പറയും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യണം. C4 കോൺഫിഡൻസ്. പരാജയങ്ങൾ ഉണ്ടാവും. ആ പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് മുന്നേറാൻ പഠിക്കണം. മക്കളെ, എൻ്റെ ആദ്യത്തെ പെർഫോമൻസ് 10ാമത്തെ വയസ്സിൽ ആദ്യം സ്റ്റേജിൽ പെർഫോം ചെയ്യാണ്. എൻ്റെ അരങ്ങേറ്റം 2 മാജിക് കാണിച്ചു. 2 മാജിക്കും പൊളിഞ്ഞുപോയി. മാജിക്കിന് എന്നെ പറ്റില്ല എന്ന് വിധി എഴുതി സ്റ്റേജിന്റെ പിന്നിലേക്ക് ഞാൻ കരഞ്ഞുകൊണ്ട് ഓടി. അരങ്ങേറ്റം കാണാൻ വേണ്ടി മുമ്പിലിരിക്കുന്ന അച്ഛൻ സ്റ്റേജിന്റെ പുറകിലേക്ക് വന്നു. അച്ഛന്റെ മടി കിടന്നിട്ട് ഞാൻ പറഞ്ഞു, അച്ഛാ എന്നെ മാജിക്കിന് പറ്റില്ല, എന്നെ സ്റ്റേജിലേക്ക് പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞു. എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞൊരു വചനമുണ്ട്, ഇന്നും ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന വചനം. എൻ്റെ അച്ഛൻ പറഞ്ഞു, കുട്ടിയെ, വിജയത്തിൽ നിന്ന് നിനക്ക് ഒരു പാഠവും പഠിക്കാൻ പറ്റില്ലടാ, പരാജയത്തിൽ നിന്ന് മാത്രമേ നിനക്ക് പാഠങ്ങൾ പഠിക്കാൻ സാധിക്കൂ എന്ന്. അപ്പൊ ജീവിതത്തില് ഫെയിലിയറിനല്ല നിങ്ങൾ ഭയക്കേണ്ടത്. നിങ്ങൾ ഭയക്കേണ്ടത് ഫിയറിനെയാണ്. ഫിയർ ടു ഫെയിലിയർ ആണ്. മനസ്സിലായോ? 2 F ആണ് പ്രശ്നം, 1 F അല്ല പ്രശ്നം. പരാജയങ്ങൾ ഉണ്ടാവും. ഈ വാട്സനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, വിജയത്തിന്റെ രഹസ്യം എന്താണെന്ന്. അദ്ദേഹം പറയുന്നുണ്ട്, എത്ര തവണ നിങ്ങൾ പരാജയപ്പെടാൻ വേണ്ടി നിങ്ങൾക്ക് ശക്തിയുണ്ടോ അതാണ് നിങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്. സോ ഫെയിലിയർ ഉണ്ടാവും. ആ ഫെയിലിയറിൽ നിന്ന് മോചനം നേടുക എന്ന് പറയുന്നതാണ് നമ്മുടെ ശക്തി. ഓരോ പരാജയവും നമുക്ക് എന്താണ്? വിജയത്തിലേക്കുള്ള ചവിട്ടുപടി, അല്ലേ? പഴയ പണ്ട് പറയുന്ന പോലെ ചവിട്ടുപടിയാണ്. എഡ്മണ്ട് ഹിലരി ഇല്ലേ? എഡ്മണ്ട് ഹിലരി ആരാ? വല്ല പരിചയമുണ്ടോ? ആരാ? ആര്? മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ ആൾ. ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ദിവസം സുപ്രഭാതത്തിൽ നേരെ ചെന്ന് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയൊന്നും അല്ല അദ്ദേഹം. 17 തവണയാണ് എവറസ്റ്റ് കൊടുമുടിയെ കീഴടക്കാൻ വേണ്ടി ശ്രമിച്ചത്. 16ാമത്തെ തവണ 100 അടി മാത്രം ബാക്കി നിർത്തി തിരിച്ചു പോരേണ്ടി വന്നു അദ്ദേഹത്തിന്. കാരണം കാലാവസ്ഥ മോശമായിരുന്നു. പക്ഷെ അന്ന് വരെ ഏറ്റവും കൂടുതൽ ഉയരം കീഴടക്കിയ വ്യക്തി എന്നുള്ള രീതിയിൽ ഹിലരിക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്വീകരണം കൊടുത്തു. ബ്രിട്ടനിലേക്ക് ഹിലരി ചെന്നു, വേദിയിൽ നിന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി കാണികൾ ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. അദ്ദേഹം നോക്കുമ്പോൾ കാണികൾക്ക് പിന്നിലെ ചുവരിലായിട്ട് എവറസ്റ്റ് കൊടുമുടിയുടെ മനോഹരമായൊരു ചിത്രം വരച്ചു വെച്ചത് അദ്ദേഹം കണ്ടു. ആ ചിത്രം കണ്ടതോടുകൂടി ഹിലരിയുടെ കണ്ണിൽ നിന്ന് ആത്മവിശ്വാസം ഇങ്ങനെ പടരുകയാണ്. ആ ചിത്രത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഹിലരി പറഞ്ഞു, എവറസ്റ്റേ, കഴിഞ്ഞ തവണയും നീ എന്നെ തോൽപ്പിച്ചു, എന്നാൽ അടുത്ത തവണ ഞാൻ നിന്നെ തോൽപ്പിക്കും. കാരണം നിനക്കിനി ഉയരാൻ പറ്റില്ല, ബട്ട് ആസ് എ ഹ്യൂമൻ ബീയിങ് എനിക്ക് എത്രയോ ഉയരുവാൻ സാധിക്കും എന്നുള്ളത്. ഇതാണ് കോൺഫിഡൻസ്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ആർജിച്ചെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഫിഡൻസ് ആണ്. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ കരച്ചിൽ, അല്ലേ? പരീക്ഷയ്ക്ക് തോറ്റു കഴിഞ്ഞാൽ അതോടുകൂടിയിട്ട് ഞാൻ ജീവിതം വേണ്ട, എനിക്ക് ഇനി എന്തിനു മുന്നോട്ട് പോകണം, ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതൊന്നും പ്രശ്നമേ അല്ല. നമ്മുടെ ലൈഫിൽ ഇനി മക്കളെ എത്ര പരീക്ഷണങ്ങൾ നേരിടാൻ പോകുന്നു, എത്ര പരാജയങ്ങൾ നിങ്ങൾ നേരിടാൻ പോകുന്നു, എന്തൊക്കെ സംഘർഷങ്ങൾ നേരിടാൻ പോകുന്നു, ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെ എന്തുണ്ടായി കഴിഞ്ഞാലും ജീവിതം എന്ന് പറയുന്നത് എന്നാണോ സ്വാഭാവികമായിട്ട് അവസാനിക്കുന്നത് അന്ന് വരെ ജീവിച്ച് തീർക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ദാറ്റ്സ് അവർ റൈറ്റ്. ഒരിക്കലും മാത്രമേ ഈ ഭൂമിയിലേക്ക് വരുള്ളൂ, ഇനി വരാനൊന്നും പോകുന്നില്ല. ദിസ് ഓൺലി വൺ ടൈം, അല്ലേ? സോ ദാറ്റ് കോൺഫിഡൻസ്. ആൻഡ് ലാസ്റ്റ് ലെറ്റർ H4, ഹാർഡ് വർക്ക്, കഠിനാധ്വാനം. മൈക്കൽ ആഞ്ചലോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ മേഖലയിൽ എത്രമാത്രം കഠിനാധ്വാനം ചെയ്തു എന്നറിയുന്നവർക്ക് എൻ്റെ പ്രശസ്തി ഒരിക്കലും ഒരു അത്ഭുതമാവുകയില്ല എന്നുള്ളത് മൈക്കൽ ആഞ്ചലോ തങ്കലിപികളിൽ എഴുതി വെച്ചിട്ടുണ്ട്. സോ എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഹാർഡ് വർക്ക് പ്രധാനമാണ്. ആ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് എവിടെ തുടങ്ങണം? പ്രഭാതത്തിൽ നിങ്ങൾ എണീക്കുന്ന സമയം മുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. രാത്രി നേരത്തെ ഉറങ്ങുക, 10 മണിക്ക് സുഖമായിട്ട് ഉറങ്ങുക. എങ്ങനെ ഉറങ്ങണം? എങ്ങനെ ഉറങ്ങണം? കേട്ടില്ല? പുതച്ചുറങ്ങേ, ചിരിച്ചുകൊണ്ടുറങ്ങണം. അതിന്റെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരുന്നു, പുസ്തകത്തിന്റെ ഒരു താളെങ്കിലും വായിച്ചുറങ്ങുക എന്നുള്ളത്. ഓക്കെ, അതാണ് ആദ്യം. രാവിലെ ഒരു 5 മണിക്ക് എണീക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസവും പോകേണ്ട കാര്യങ്ങളുടെ ടൈം ഷെഡ്യൂള് കൃത്യമായിട്ട് നിങ്ങൾ ഉണ്ടാക്കുക. ഇത്ര സമയം, ഇത്ര സമയം. അപ്പൊ ലൈഫ് ഭയങ്കര രസമാണ്, സ്മൂത്താണ്. 2 മണിക്കെന്ന് പറഞ്ഞാൽ 2 മണിക്ക് കൃത്യമായിട്ട് വരിക. മനസ്സിലായോ? അപ്പോ സമയം, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.
സോ ഓൾവേസ് വാച്ച് യുവർ വാച്ച്. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ സമയം വൈകി തുടങ്ങിയതുകൊണ്ട് വൈകി എത്തിയതുകൊണ്ട് എനിക്ക് ഈ ഒരു വിഷയമായിട്ട് സംസാരിക്കാൻ സാധിച്ചു. ഐ എം സോ ഹാപ്പി. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്കൊരു 3-4 ചോദ്യങ്ങൾ ചോദിച്ച് അതിന് ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക.